ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ക്വിസ് സെൻറ്റേഴ്സ്. USS എക്സാമിന് വരാൻ സാധ്യതയുള്ള മലയാളം സബ്ജക്റ്റിലെ പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. എല്ലാം മറന്ന് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം സ്വയം മറന്ന്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഹ്ലാദം എന്നർത്ഥം നൽകാത്ത പദം ഏത്? ഉത്തരം ആർദ്രം. ജീവചരിത്രം എന്ന സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കൃതി ഏത്? ഉത്തരം അസ്തമിക്കാത്ത വെളിച്ചം. വള്ളത്തോൾ എഴുതിയ വിമർശന ഗ്രന്ഥം. ഉത്തരം ഗ്രന്ഥവിഹാരം. പടയണി ഗ്രാമം എന്നറിയപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രദേശമേത്? ഉത്തരം കടമ്മനിട്ട. അർത്ഥം കൊണ്ട് വേറിട്ടു നിൽക്കുന്ന പദം. ഉത്തരം ബാഷ്പം. ചേർച്ചയില്ലാത്ത പദജോടി ഏത്? ഉത്തരം നക്ഷത്രം, നീടം. വെളുത്ത, താമര. ഈ പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ. ഉത്തരം വെൺതാമര. ഉള്ളൂർ എഴുതിയ സാഹിത്യ ചരിത്രത്തിൻ്റെ പേര്? ഉത്തരം കേരള സാഹിത്യ ചരിത്രം. മഹാകാവ്യം. ഈ പദം അർത്ഥവ്യത്യാസം ഇല്ലാതെ എങ്ങനെ മാറ്റിയെഴുതാം? ഉത്തരം മഹത്തായ കാവ്യം. വലിയ വ്യത്യാസം എന്നർത്ഥം വരുന്ന ശൈലി താഴെ കാണുന്നതിൽ ഏതാണ്? ഉത്തരം അജഗജാന്തരം. താഴെ പറയുന്നവയിൽ കഥകളി സംഗീതത്തിന് ഉപയോഗിക്കാത്ത വാദ്യോപകരണം ഏത്? ഉത്തരം മിഴാവ്. ഒരു പ്രവൃത്തി കൊണ്ട് രണ്ട് കാര്യം സാധിക്കുക എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് താഴെ കാണുന്നതിൽ ഏതാണ്? ഉത്തരം ഒരു വെടിക്ക് രണ്ട് പക്ഷി. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ്? ഉത്തരം കൊട്ടാരക്കര തമ്പുരാൻ. മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതി ഏത്? ഉത്തരം വ്യവഹാരമാല. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപം? ഉത്തരം കൂടിയാട്ടം. കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല? ഉത്തരം കാസർഗോഡ്. താഴെ തന്നിരിക്കുന്നവയിൽ പ്രശസ്ത ഗദ്ദിക കലാകാരൻ ആര്? ഉത്തരം PK കാളൻ. തെയ്യത്തിൻ്റെ പ്രാഥമിക ചടങ്ങ് ഏത്? ഉത്തരം തോറ്റം. കേരളത്തിൽ ഗിരിവർഗ വിഭാഗങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ശ്രദ്ധേയമായ കലാരൂപം? ഉത്തരം കാക്കാരിശി നാടകം. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓട്ടൻതുള്ളൽ. തപ്പ് പ്രധാന വാദ്യമായി ഉപയോഗിക്കുന്ന കലാരൂപം? ഉത്തരം പടയണി. പഞ്ചവാദ്യത്തിൽ പെടാത്തത്?
ഉത്തരം വയലിൻ. മാമാങ്കം, നീലക്കുറിഞ്ഞി, വ്യാഴവട്ടം ഇവ തമ്മിൽ പൊതുവായ ഒരു ബന്ധമുണ്ട്. എന്താണത്? ഉത്തരം എല്ലാം 12 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്നത്. മാതങ്കി, ആനന്ദൻ ഇവർ കഥാപാത്രങ്ങളായുള്ള കുമാരനാശാന്റെ കൃതി. ഉത്തരം ചണ്ഡാല ഭിക്ഷുകി. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യൂ. താങ്ക് യു.